എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പാടെ വിഷമിച്ച് ലോക്കപ്പിനുള്ളിൽ ഇരിക്കുകയാണ് നന്ദ. ഈ സമയത്താണ് അവിടുത്തെ വനിതാ കോൺസ്റ്റബിൾ കൊണ്ടുവന്ന് നന്ദയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് കഴിക്കുക, ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ചാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയണം. അതെന്താ എനിക്ക് വേണ്ടാന്ന് പറയാ? എത്ര സമയം ഇങ്ങനെ പട്ടിണി ഇരിക്കും? കുറെ സമയം ആയില്ലേന്ന് ചോദിക്കുക. എത്ര സമയം പട്ടിണി ഇരുന്നാലും കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്ന് വിശന്ന് മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 15 മിനിറ്റ് സമയം ഞാൻ തരും. ആ 15 മിനിറ്റിനുള്ളിൽ തന്നെ എന്നെ ഇവിടുന്ന് പുറത്തിറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തലി ചാവൂന്ന് പറയണം. ഇത് കേട്ടതും അവർ പറഞ്ഞു, അല്ല അത് പിന്നെ മാഡം കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫോണെങ്കിലും താ, എനിക്ക് എന്റെ ഫോണെങ്കിലും വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇതുപോലൊന്നും ആയിരിക്കില്ല പ്രതികരിക്കണേ എന്ന് നന്ദ പറഞ്ഞിട്ട് നന്ദ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവർ വന്ന് എസ്ഐയുടെ കാര്യങ്ങളൊക്കെ പറയണം. 15 മിനിറ്റാ പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ന്യായമായ കാര്യമാണ് അവർ പറയുന്നത്, അവർക്ക് ഫോണെങ്കിലും വേണം എന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. ഈ സമയം എസ് ഐ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയണം. ആ സമയം ഇന്ത്യവരത്തില് ഗൗരിനെ ചേർത്ത് പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ഗൗതം. പിന്നീട് ഗൗരിയോട് പറഞ്ഞു, അതെ ഇപ്പൊ പനി കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നത്, ഈ നെറ്റിയിലെ തുണി ഞാൻ അങ്ങോട്ട് മാറ്റട്ടെ എന്ന് പറയണം. അങ്ങനെ നെറ്റിയിലെ തുണി മാറ്റിയിട്ട് നന്ദുന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടേ വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറയണം. നന്ദു കൊണ്ടേ ഇട്ടു. എന്നിട്ട് നന്ദു അവിടെ വന്നിരുന്നു. ഈ സമയത്ത് ഗൗരിയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് മോൾക്ക്? കുറവുണ്ടോന്ന് ചോദിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. അല്ലെ നന്ദുവിന്റെ പപ്പയ്ക്ക് എന്ത് ടെൻഷൻ, എനിക്ക് പനി വന്നും പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് പോലും ഇത്ര ടെൻഷൻ ഇല്ലാന്ന് പറയാം. ഇത് കേട്ടത് ഗൗതം പറഞ്ഞു, അതെ അമ്മ ഡോക്ടറല്ലേ, അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മയ്ക്ക് അറിയാം ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ എത്ര സമയം നിൽക്കും, എപ്പൊ പോകുന്നൊക്കെ. ഡോക്ടർ ആകുമ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാലോ. പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അത് ശരിയാ. ഈ സമയം ഗൗരിയോട് ഗൗതം പറഞ്ഞു, അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളുടെ കാര്യം ഇവിടെ നന്ദുവിനോട് ചോദിക്കാറുണ്ട്, ഗൗരിക്ക് സുഖമാണെന്നൊക്കെ. എപ്പോ ചോദിച്ചു പപ്പ? പപ്പ വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം. നന്ദു ഇത് പറഞ്ഞപ്പോ ഗൗതം ചോദിച്ചു, ഞാൻ ചോദിക്കാറില്ലെന്ന് ചോദിക്കണം. ഇല്ലില്ല, അതെ പപ്പ ചോദിക്കാറൊന്നുമില്ല, പപ്പ വെറുതെ കള്ളത്തരം പറയുന്ന ഗൗരി എന്ന് പറയാം. ഗൗരി പറഞ്ഞു, നന്ദു പറഞ്ഞ എനിക്ക് വിശ്വാസമാ, പപ്പ എന്റെ കാര്യത്തെക്കുറിച്ചൊന്നും ചോദിക്കാറൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണം. ആ സമയത്ത് ഗൗതം പറഞ്ഞു, അല്ല ഗൗരിമോളുടെ ഫുഡ് വന്നില്ലോ ഇതിലായിട്ടെന്ന് പറയണം. അപ്പോഴേക്കാണ് പിങ്കി ഗൗരിമോൾക്കുള്ള ആ ബ്രെഡ് റോസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് അത് ഗൗതത്തിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഗൗതം വെച്ചിട്ട് വന്നത് മോള് കഴിക്കാൻ പറയണം. അങ്ങനെ എന്ത് വേണം അത് വായിലേക്ക് വെച്ച് കൊടുക്കണം. ഗൗരി അത് കഴിക്കുവാണ്. ഈ സമയത്ത് നന്ദു അത് നോക്കി നിൽക്കുകയാണ്. നന്ദുവിനെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പത്തിന് പിങ്കിക്ക് സങ്കടം വന്നു. കാരണം ഗൗതം അത്ര സ്നേഹത്തോടെ ഗൗരിയെ ചേർത്ത് പിടിച്ച് അതിങ്ങനെ ഗൗരിയെ കഴിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു ഇങ്ങനെ തനിക്കില്ലല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങ് നോക്കുന്നത്. അത് കണ്ടപ്പോ ആർക്കാണുള്ള സങ്കടം വരും. പെട്ടെന്ന് പിങ്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിങ്കിയുടെ മുഖം മാറുന്നേ നന്ദു ശ്രദ്ധിച്ചു. നന്ദു പെട്ടെന്ന് എന്ന് പിങ്കിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എന്താ അമ്മേ, എന്ത് പറ്റി അമ്മയ്ക്ക്? അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല മോനെ എന്ന് പറയാ. ഈ സമയം ഗൗരി ചോദിച്ചു, അല്ല നന്ദു കഴിക്കുന്നില്ല, നന്ദുവിന് വേണ്ടേന്ന് ചോദിക്കും. ഗൗതം പറഞ്ഞു, അതെ അവൻ പിന്നെ കഴിച്ചോളും, മോൾക്കല്ലേ വയ്യായികയുള്ളേ, മോള് കഴിച്ചോളാൻ പറയണം. പിങ്കി നന്ദുവിനോട് പറഞ്ഞു, മോൻ ബാ അമ്മ മോനും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവണം. പോകുന്ന സമയത്ത് പിങ്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എന്താ അമ്മേ, അമ്മ കരയുവാണെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്താ അമ്മേ അമ്മയ്ക്ക് പറ്റിയത്? അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നുവാണ് പറയുവാണ്. ഇത് കേട്ടതും പിങ്കി മനസ്സിലോർത്തു, ഗൗതത്തിന് പോലും തന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പാപം ഇവന് തന്റെ വേദന മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും തന്റെ രക്തമല്ലേ പോലും ഇവൻ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിരുന്നു പിങ്കിക്ക്. ആ സമയം ADGP പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പത്തിന് SI സാറെന്നൊക്കെ ഇപ്പോൾ സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. എവിടെ ഡോക്ടർ നന്ദ എവിടെയെന്ന് ചോദിക്കുകയാണ്. അല്ല നന്ദ ലോക്കപ്പിലാന്ന് പറയണം. അല്ല അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു, എപ്പോഴാ കോടതിയെ ഹാജരാക്കണമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ സാർ കോടതിയെ ഹാജരാക്കണ സമയം പിടിക്കുമെന്ന് പറയാം. അതെന്താ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പറയണം. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലേ? താനിക്ക് എവിടുത്തെ പോലീസുകാരനാണോ ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തി വേണ്ട ഇവിടെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ ഇടാനായിട്ട്? അത് മാത്രമല്ല 24 മണിക്കൂറിനുള്ളിൽ കോടതി ഹാജരാക്കുകയും ചെയ്യണ്ടേ? പിന്നെ താൻ എന്തു പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കും. ഇത് കേട്ടതും SI പറഞ്ഞു, അത് പിന്നെ സാർ എന്നെ കമ്മീഷണർ സ്പെഷ്യൽ ഉത്തരവുണ്ടായിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മീഷണർ വന്നിട്ട് ഇത് തയ്യാറാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു, റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ താൻ കമ്മീഷണർ പറയുന്നത് മാത്രം അനുസരിക്കുള്ളല്ലേ? സാർ മേലുദ്യോഗസ്ഥൻ പറയുന്നത് അനുസരിക്കണ്ടേ? അല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലോ എന്ന് പറയണം. കമ്മീഷണർ സാറിന്റെ എതിർത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും ADGP പറഞ്ഞു, ഇതിന്റെ ഭവിഷ്യത്ത് എനിക്ക് എന്താണെന്ന് അറിയാലോ. എങ്ങാനും ഒരു പരാതി പോയിട്ടുണ്ടെങ്കിൽ തന്റെ ജോലി തെറിക്കുന്ന കാര്യം സാർ അങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. എങ്കിൽ പിന്നെ മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. ഏത് കമ്മീഷണർ പറഞ്ഞാലും അതിന് മാറ്റം വരുത്തില്ല, പറഞ്ഞ മനസ്സിലായോ?
നന്ദ എവിടെ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറയണ. നന്ദ ലോക്കപ്പില്ല, ഞാൻ കൊണ്ടുവരാന്ന് പറയാം. വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാന്ന് പറയണ. അങ്ങനെ ADGP ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ ഇങ്ങനെ മുഖം കുനിച്ച് പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നന്ദേന്ന് വിളിച്ച് കഴിയുമ്പോൾ നന്ദ പെട്ടെന്ന് കണ്ണുറന്ന് നോക്കിയപ്പോൾ ADGPനെ മുന്നിൽ കാണുന്നത് സാറെന്ന് പറഞ്ഞ് നന്ദ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ചോദിച്ചു, എന്താടോ നന്ദേ, എന്തൊക്കെയായി കേൾക്കണേ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട നന്ദ ഒന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രി നിർമ്മൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാനാ നിർമ്മലിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറയണം. അവിടെ ചെന്ന് സാറിനോട് കാര്യങ്ങൾ പറയാനായിട്ട്. കാരണം ഇവിടെ എനിക്ക് ഈ സിറ്റിയിൽ സാറിനെ മാത്രം എനിക്ക് പരിചയമുള്ളൂ, വേറെ അധികാരം എനിക്ക് പരിചയമില്ലോ. എനിക്കറിയാം സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് രക്ഷയുള്ളെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിർമ്മലിനെ പറഞ്ഞു വിട്ടേന്ന് പറയണം. ഈ സമയം SI അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. SIയോട് താരം കൂടെ എല്ലാം പറയണം. പിന്നീട് നന്ദയോട് ചോദിച്ചു, എന്താ നന്ദേ, ഗൗതവുമായിട്ടുള്ള പ്രശ്നം എന്താ? ഇത്ര വലിയ പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ സാറിനോടെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും പറയണം. അവസാനം തിരികെ ഗൗതം കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യം വരെ. പിന്നീട് നന്ദ പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ വേണം സാർ, എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയണം. എനിക്ക് ഗൗതം സാറിന്റെ കയ്യിൽ നിന്ന് എൻ്റെ മോളെ തിരികെ വാങ്ങി തരണമെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ADGP പറഞ്ഞു, അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമല്ലേ മോളുടെ കാര്യത്തില്, തുല്യ ഉത്തരവാദിത്തമല്ലേ നിൽക്കും. അല്ല സാർ, എനിക്ക് എൻ്റെ മോളാണ്, എൻ്റെ മോള് മാത്രമാണുള്ളതെന്ന് പറയണം. പക്ഷെ അങ്ങനെ നന്ദയ്ക്ക് പറയാം. പക്ഷെ നീതിക്ക് നിരക്കാത്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗൗതം മോളുടെ അച്ഛനല്ലേ, എത്രയെന്ന് പറഞ്ഞാലും അതിനെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? കാരണം ADGP രണ്ടുപേരുടെ പക്ഷത്ത് നിന്നാണ് പറയണത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരാളുടെ പക്ഷത്ത് മാത്രം നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൗതത്തിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം, ഗൗതമായിട്ടൊന്ന് സംസാരിക്കാൻ പറയാണ്. സാർ അത് വേണ്ട, എനിക്ക് എന്നെ മോളെ കിട്ടിയാൽ മതി എന്ന് പറയാം. നന്ദ, താൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കോംപ്രമൈസിൽ എത്തണം. ആദ്യം നിങ്ങളുടെ സംസാരിക്കുക, എന്നാൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം ആകത്തുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവില്ലെന്ന് പറയണം. പിന്നീട് പെട്ടെന്ന് തന്നെ ADGP ഗൗതത്തിനെ വിളിക്കുകയാണ്. ഗൗതത്തെ വിളിച്ചും ഗൗതം ചോദിച്ചു, എന്താ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. എടോ, താനിതിപ്പോൾ എവിടെയാന്ന് ചോദിക്കണം. വീട്ടിൽ. അന്ന് എത്രയും വേണേൽ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയാം. അതെന്തിനാ സാർ? അതൊക്കെ വരുമ്പോൾ ഞാൻ പറയാം, താനിങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ്. ഗൗതത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ഈ സമയത്ത് പിങ്കി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പിങ്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ പിങ്കി സങ്കടപ്പെട്ട് കരഞ്ഞ് നേരെ ബാത്റൂമിലേക്ക് കയറുവാണ്. ഈ സമയത്ത് ഗൗരി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഗൗതം പോലീസ് സ്റ്റേഷനിലേക്കും പോയി. അപ്പൊ ഗൗരി ഉറങ്ങുന്ന സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുവാണ്. ലക്ഷ്മി വന്നിട്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുക്കണം. അപ്പൊ ഈ സമയം ഗൗരി ഉറങ്ങുമായതുകൊണ്ട് ഗൗരി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, മോളെ, ഇത്ര നാളായിട്ട് അച്ഛമ്മ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ. നീ ഇവിടുത്തെ സ്വന്തം രക്തം ഇന്ത്യവരത്തിലെ ചോര എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ പൊന്നുപോലെ സ്നേഹിച്ചേനം. പക്ഷെ അറിയാതെ പോയല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കയ്യിലൊക്കെ തലോടും ഒക്കെ ചെയ്യുവാണ്. ഗൗരിക്ക് പനിയെ ക്ഷീണമുള്ളതുകൊണ്ട് ഗൗരി അങ്ങനെ തന്നെ കിടക്കുവാണ്. ആ സമയത്താണ് പിങ്കി ബാത്റൂമിൽ നിങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പിങ്കി വരുമ്പോൾ കാണുന്ന കാഴ്ച ലക്ഷ്മിയമ്മ ഗൗരിനെ ചേർത്ത് പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നതാണ്. ഇത് കണ്ടപ്പോഴത്തേനും പിങ്കി ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചാടി എഴുന്നേറ്റു. ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ ഒരു വല്ലാത്ത നാണക്കിടക്ക് പോലെ തോന്നി. കാരണം പിങ്കിയുടെ മുന്നിൽ താന് ഗൗരിനെ വല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുന്ന കാണുമ്പോഴേ പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല അത് പിന്നെ നന്ദു എന്തേന്ന് ചോദിക്കുകയാണ്. നന്ദു താഴെങ്ങാനും കാണും. ഞാൻ നന്ദു എന്തേന്ന് നോക്കാനായിട്ട് വന്ന ആ സമയത്ത് ഗൗരി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ വിളിച്ച് ഗൗതം ഇല്ലേന്ന് ചോദിക്കുക. ഗൗതം പുറത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഓ അത് ശരി, എന്നാ ഞാൻ താഴേക്ക് ചെല്ലട്ടെ കേട്ടോ, ഞാൻ നന്ദുവിനെ അന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലക്ഷ്മി അവിടെ സ്റ്റാൻഡ് വിടുവാണ്. ഈ സമയത്ത് പിങ്കിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിങ്കി നേരെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേനും മോഹിനി അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മോഹിനിയുടെ തന്റെ വിഷമങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ നീ നിന്റെ മോനും ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മോൻ എന്താ സ്ഥാനം ഇവിടെ? ദത്തെടുത്തവൻ എന്നും ദത്തെടുത്തവൻ തന്നെ ആയിരിക്കും. അവൻ ഇന്ത്യവരത്തിന്റെ ചോരയൊന്നും അല്ലോ. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ അവനെ ഇട്ട് പന്ത് കിട്ടുമെന്ന് പറയണം. ആ ഒരു ആവേശത്തിന് ദത്തെടുത്തല്ലേ, പക്ഷെ ഇപ്പൊ അവന്റെ ബാധ്യയാവും പറയണം. ഇത് കേട്ടൻ പിങ്കി പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ, അവനുള്ളതുകൊണ്ടല്ലേ ഗൗതം ഈ നിലയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ താറുമാറായി പോകണ്ടായിരുന്നു നന്ദയും കുഞ്ഞും പോയി കഴിഞ്ഞപ്പോ. പക്ഷെ ആ സമയത്ത് ഈ കുടുംബത്തെ പിടിച്ചെടുത്താനായിട്ട് നന്ദുമാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കാം. മോഹിനി പറഞ്ഞു, അതൊക്കെ മുമ്പത്തെ കാര്യം, ഇപ്പഴങ്ങനെയൊന്നുമല്ല, അറിയാലോ. അതൊക്കെ ആൾക്കാരുടെ സ്വഭാവമല്ലേ, പെട്ടെന്ന് മറക്കും. നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും. മനസ്സിൽ എന്തെങ്കിലും മുറിവേറ്റുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കും. അത് മനുഷ്യ സഹജമെന്ന് പറയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പൊ പിങ്കിമോള് ചിന്തിക്കണ്ട. ഇതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നോക്ക്. ഈ ചായ അങ്ങോട്ട് പിടിക്കാൻ പറയണം. ലക്ഷ്മിയമ്മ എന്താ അല്ല ചെറിയമ്മ എന്താ ആളെ കളിയാക്കുവാണെന്ന് ചോദിക്കണം. അല്ല, ആളെ കളിയാക്കിയതില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. ഈ ചായ കൊണ്ട് നേരെ
അരുന്തേടത്തേക്ക് അവിടെ കൊടുക്കുക. അരുന്തേടത്ത് ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരും, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ. എടുത്തൊരു കാര്യങ്ങളൊക്കെ പറ എന്ന് പറയണം. അങ്ങനെ പിങ്കി എന്ത് ചെയ്യണം, ചായയായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മോഹിനി അല്ലേ വേണ്ട, ഞാൻ തന്നെ കൊണ്ടേ കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മോഹിനി ആ ചായ മേടിച്ചോണ്ട് നേരെ മുറിയിലേക്ക് എല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോൾ അവിടെ എങ്ങും അരുന്ധതിനെ കണ്ടില്ല. ആ മുറിക്കല്ലോ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മഹേശ്വരനും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേശ്വരൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോ ഇനി നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയണ. അവിടെ ലക്ഷ്മി പറഞ്ഞു, അല്ല രാവിലെ ഏറ്റിട്ട് ഇതായിട്ട് ഏട്ടത്തിനെ കണ്ടില്ലോ, ഏട്ടത്തിയല്ല രാവിലെ ഒന്ന് പത്രമൊക്കെ നോക്കണ്ടല്ലേ, കണ്ടില്ലോ എന്ന് പറയാം. ചിലപ്പം വിഷമം കാണും, അതുകൊണ്ടായിരിക്കും മുറിയിൽ തന്നെ ഇരിക്കുന്നത് ലക്ഷ്മി എന്നൊക്കെ മഹേശ്വരൻ പറയണം. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. മോഹിനി ഓടി വന്നിട്ട് പറഞ്ഞു, അതെ അരുന്തേടത്തെയും മുറിയിലും കണ്ടില്ലെന്ന് പറയണേ. മുറി കണ്ടില്ലേ, പിന്നെ ഇത് എങ്ങോട്ട് പോയി അറിയില്ല, ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയെന്ന് പറയണ. അങ്ങനെ മഹേശ്വരൻ ആ കത്ത് വായിക്കുകയാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇവിടുന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയാണ്, ഞാൻ പ്രിയയുടെ അടുത്തേക്ക് പോകുന്നേ, എപ്പോൾ വരുമെന്നും അറിയത്തില്ല, എപ്പോഴെങ്കിലും ഞാൻ വരാം, വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ അരുന്ധതി എന്നെ തിരക്കി ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി അരുന്ധതി പതുക്കെ ഇവിടുന്ന് പോയതാന്നുള്ള കാര്യം. കാരണം ഗൗരിയും കൂടെ വന്നോട് കൂടിയിട്ട് അരുന്ധതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അതുകൊണ്ട് അരുന്ധതി പോയതാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. ആ സമയം ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയും കൂടെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നു. പിന്നീട് ADGP എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ ഗൗതം ഈ കേൾക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാന്ന്, അത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കണമെന്ന് പറയണം. ഗൗതം പറഞ്ഞു, എന്ത് പ്രശ്നം, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് എന്റെ മോളെ വേണം, അതാന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, അവൾ എന്റെ മോളാന്ന് പറയണം. ഗൗതം പറഞ്ഞു, നിന്റെ മോളോ, നീ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മോളുണ്ടാകത്തില്ലോ, അവൾ എന്റെയും കൂടെ മോളാണ്, എനിക്ക് അവകാശമുണ്ട്. ഇത് കേട്ടതും നന്ദ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗൗതം സാർ അവളോട് പറഞ്ഞോ നിങ്ങളാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം പറഞ്ഞു നിൽക്കുക, ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നാ പ്ലീസ് ഗൗതം സാർ അത് പറയരുന്ന് പറയണം. ഇതേ നന്ദ, നീ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, പറഞ്ഞാൽ എന്താ കുഴപ്പം, അവൾ അറിയണം ഞാൻ അവളുടെ അച്ഛനെന്നുള്ള കാര്യം. അവള് കൊച്ചുകുട്ടിയാണ്, അവൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഷോക്കൊന്നും താങ്ങാൻ പറ്റില്ലെന്ന് നന്ദ പറയാണ്. പിന്നെ കൊച്ചുകുട്ടിയാണ് പോലും, എന്നിട്ടാണ് അവൾ ഇത്രയും കാലം അച്ഛനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത്, അവളുടെ വേദന നിനക്ക് മനസ്സിലാവില്ല നന്ദ, ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കണം. അവസാനം ADGP പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല, പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ഗൗരി രണ്ടുപേർക്കും അവകാശപ്പെട്ടാണ്, അപ്പൊ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതവും നന്ദേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.